ഹായ് നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത് ഇന്നത്തെ ലഞ്ച് റെസിപ്പിയാണ് കേട്ടോ. ലഞ്ച് റെസിപ്പീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെമ്മീൻ റോസ്റ്റ് പിന്നെ ഒരു നത്തോലി ഫ്രൈഡ് റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ചെമ്മീൻ റോസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു 1/2 കിലോ ചെമ്മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഏകദേശം നല്ല വലിപ്പമുള്ള ചെമ്മീൻ തന്നെയാണ് കേട്ടോ. അപ്പം അത് വെച്ച് ഒരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കി. പിന്നെ കുറച്ച് നത്തോലി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഫ്രൈയും ചെയ്തു. പിന്നെ ഇതായിരുന്നു ഇന്ന് ഉച്ചയ്ക്കത്തേക്ക് ഉണ്ടായിരുന്നത്. പിന്നെ പപ്പടം, അച്ചാർ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞു. രാവിലെ ചായക്ക് ഇടിയപ്പം പിന്നെ ഗ്രീൻ പീസ് കറിയൊക്കെ ആയിരുന്നു കേട്ടോ രാവിലെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം മക്കളൊക്കെ സ്കൂളിൽ പോയതിന് ശേഷമാണ് ഞാൻ ചെമ്മീനൊക്കെ നന്നാക്കാനൊക്കെ ആയിട്ട് നിന്നത്. തലേ ദിവസം മേടിച്ചതാണ് ചെമ്മീൻ, പക്ഷേ പിറ്റേ ദിവസം തന്നെയാണ് നന്നാക്കിയൊക്കെ വെച്ചത്. ഏകദേശം വലിപ്പമുള്ള ചെമ്മീനാണ്, ഒരുവിധം വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ ചെമ്മീൻ. അപ്പം ചെമ്മീനൊക്കെ നന്നാക്കി അപ്പം തന്നെ ഉണ്ടോ രാവിലെ തന്നെ എടുത്ത് നന്നാക്കാനൊക്കെ നിന്നു. പിന്നെ ചെമ്മീൻ ഫ്രൈ ആണ് കേട്ടോ ഇഷ്ടം, ചെമ്മീൻ റോസ്റ്റ് ആയിട്ടല്ല എനിക്കിഷ്ടം. അപ്പോൾ 2 ടൈപ്പിൽ ഞാൻ വെക്കേണ്ട കേട്ടോ. ചെമ്മീൻ ഒന്ന് റോസ്റ്റാക്കിയും പിന്നെ ചെമ്മീൻ ഒരു ഫ്രൈയും ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ, ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഞാൻ ചെമ്മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ചെമ്മീൻ, 1/2 കിലോ ചെമ്മീനാണ് ഉണ്ടായിരുന്നത്. ഇത്രയും വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ ചെമ്മീൻ. അപ്പോൾ ഞാൻ ഇതൊക്കെ നന്നായി ഒന്ന് കഴുകി തൊലിയൊക്കെ കളഞ്ഞൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടോ. അതിനുശേഷം കുറച്ച് വലിപ്പമുള്ള ചെമ്മീനായതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കറുത്ത ഒരു ഇതുപോലെ ഉണ്ടാവുമല്ലോ, വര പോലെ ഉണ്ടാവുമല്ലോ അതിൻ്റെ അതിന് മേലെ. അപ്പം ഞാനത് ക്ലീൻ ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. ഇങ്ങനെ വലിയ ചെമ്മീനാകുമ്പോൾ ഈ കാണുന്ന വര അതുണ്ടല്ലോ, അത് ഞാൻ ക്ലീൻ ചെയ്തെടുക്കാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ വയറിന് പറ്റില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. എനിക്കറിയില്ല. ഞാൻ ഇവിടെ വന്നപ്പോൾ തൊട്ട് ഇങ്ങനെ വലിയ ചെമ്മീനൊക്കെ ആകുമ്പോഴേക്കും ഇങ്ങനെ ക്ലീൻ ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ആ കറുത്ത സാധനമൊക്കെ കളഞ്ഞു നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ചെമ്മീൻ. അപ്പോൾ ഞാൻ ഇതൊന്ന് ഫസ്റ്റ് ഒന്ന് മസാല തേച്ച് വെക്കണ്ടേ. കുറച്ച് നേരം ഒന്ന് മസാലയൊക്കെ തേച്ച് വെക്കുന്നുണ്ട്. അതിന് മസാലയ്ക്ക് വേണ്ടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ മുളക് പൊടി, പിന്നെ ഉപ്പുപൊടി, പിന്നെ മഞ്ഞൾപ്പൊടി കേട്ടോ. അപ്പോൾ ഇത്രയും മസാല ചേർത്തിട്ടുള്ളൂ ഞാൻ. കുരുമുളക് പൊടിയൊന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. വേണമെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ ചേർക്കാം, അതൊന്നും ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെമ്മീനും കൂടി ചേർത്ത് ഒരു കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ സമയമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ അത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ മീനൊക്കെ നന്നാക്കി എടുത്തായിരുന്നു കേട്ടോ ആ സമയത്ത്. ഇനി ഇത് നമുക്ക് ഫസ്റ്റ് കുറച്ച് ഞാനൊന്ന് മാറ്റണ്ട കേട്ടോ. അതായത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ചെമ്മീൻ റോസ്റ്റായിട്ട് എനിക്കിഷ്ടമില്ല, എനിക്ക് ഫ്രൈ ആണ് ഇഷ്ടം. അപ്പോൾ ഞാൻ കുറച്ച് മാറ്റി വെച്ചതാണ് കേട്ടോ. ബാക്കി റോസ്റ്റ് ചെയ്യാനായിട്ട് എടുത്തു. റോസ്റ്റ് ചെയ്യുമ്പോഴേക്കും കുറച്ചൊരു ചാറ് പോലെ ഉണ്ടാവില്ല, വേവിച്ചിട്ടാണ് കേട്ടോ റോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചട്ടി വെച്ച് ചൂടാക്കി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് നന്നാക്കി വെച്ച ചെമ്മീൻ ഉണ്ടല്ലോ, മസാലയൊക്കെ തേച്ച് വെച്ച ചെമ്മീൻ, അത് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. എന്നിട്ട് ഫസ്റ്റ് ഞാൻ ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്, എന്നിട്ടാണ് ഇത് റോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളമുണ്ട് ഞാൻ ചേർക്കുന്നത്. ചെമ്മീൻ ഒന്ന് വേവാനായിട്ടുള്ള പാകത്തിന് തിളച്ച വെള്ളമുണ്ട് ഞാൻ ചേർത്തത്. അതേ ചെമ്മീൻ കണ്ടോ വെന്തിട്ടുണ്ട്, ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട്. പിന്നെ ഈ വെന്ത ചെമ്മീൻ ഉണ്ടല്ലോ, അത് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ ചെയ്ത് നോക്കിയെന്നുള്ളൂ, ഫ്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അല്ലെങ്കിൽ നേരിട്ട് വേവിച്ച ചെമ്മീൻ അങ്ങനെ തന്നെ ചേർക്കാം. ഞാനപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടുള്ളൂ കേട്ടോ, ഒരുപാടൊന്നും വേവിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ആ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഞാൻ കറിവേപ്പിലയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഞാനൊരു സവാളയാണ് എടുത്തേക്കണത് ഇതിന് വേണ്ടി. കുറച്ചല്ലേ ചെമ്മീനുള്ളൂ, അപ്പോൾ ഒരു സവാളയൊക്കെ മതി. പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. തക്കാളി കേടായ ഭാഗമൊന്നും നന്നാക്കി കളഞ്ഞതാണ് ഞാൻ. പിന്നെ സവാള നന്നായിട്ട് വഴറ്റുക. പിന്നെ ഇതിലുള്ള മസാലപ്പൊടികളെന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടി കേട്ടോ. പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ ഇടാം കേട്ടോ, പച്ചമുളക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത്. പച്ചമുളക് വേണമെങ്കിൽ നമുക്കിടാം. പിന്നെ ഞാൻ ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. ഞാൻ ഉപ്പൊക്കെ ഇട്ട് ചെമ്മീൻ ഉപ്പിട്ട് വേവിക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് കൂടുതലായിപ്പോയി. അപ്പം ഞാൻ അതുകൊണ്ട് ഇതിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല, നോക്കിയിട്ട് ചേർക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ ഉപ്പ്.
അപ്പോൾ ഇത് മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് മസാലയാക്കി വെച്ചേക്കുന്നതിന്. അതിനുശേഷം ഞാൻ അത് നന്നായി വാടിക്കഴിഞ്ഞപ്പോൾ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തക്കാളി ചേർത്ത് നന്നായി വാട്ടാം. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്തുടയണ വരുന്നത് വഴറ്റാട്ടോ. കണ്ടോ, ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ഉണ്ടല്ലോ, അപ്പം ഞാൻ ഈ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ അതിലോട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ കുറച്ച് ഇരുന്നപ്പോൾ തന്നെ ഓരോന്നൊക്കെ എടുത്ത് കഴിച്ച് അതിപ്പോൾ കുറച്ചായിപ്പോയി കേട്ടോ. ഇനി ബാക്കിയുള്ളത് കൊണ്ടാണ് കറി ഉണ്ടാക്കിയത്. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ് ഇനി നമ്മൾ കുറച്ചൊന്ന് ഗ്രേവി പോലെ വേണമല്ലോ. അപ്പം റോസ്റ്റൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ഗ്രേവി പോലെ വേണ്ടേ. അപ്പോൾ അതിനായിട്ട് ഞാൻ നേരത്തെ ചെമ്മീൻ നമ്മൾ വേവിച്ച വെള്ളം ഉണ്ടല്ലോ, ആദ്യം ചെമ്മീൻ വേവിച്ച വെള്ളം, ആ വെള്ളം കുറച്ചൊന്നും ഉണ്ടായിരുന്നത് ഞാൻ ഇതിൻ്റെ ഒപ്പം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ചെമ്മീൻ വേവിച്ച വെള്ളമാണ് ഇത്, ആദ്യം ചെമ്മീൻ വേവിച്ച വെള്ളം. അപ്പം ആ വെള്ളം ഇതിലോട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. അപ്പോൾ അതേ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുറച്ച് ചാറൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഇതിൽ എടുത്തട്ടോ. അപ്പം നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി. പിന്നെ ഉള്ളത് നത്തോലിയാണ്. അത് ഞാൻ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണ്ട കേട്ടോ. ഫ്രൈ ചെയ്യാൻ സാധാരണ പോലെ തന്നെ ഉപ്പുപൊടി, മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഇത്രയേ ഉള്ളൂ. ഇത്രയും മസാല ചേർത്തിട്ടുള്ളൂ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെ ഒപ്പം തന്നെ നമുക്ക് കാശ്മീരി മുളക് പൊടി ചേർക്കാം കേട്ടോ. സാധാ മുളക് പൊടിയുടെ ഒപ്പം തന്നെ. അപ്പോൾ ഒന്ന് കുറച്ച് കളറായിട്ടുണ്ടാവും. ഇത് വലിയ കളറായിട്ട് ഇരിക്കണില്ല കേട്ടോ, വെളുത്ത് തന്നെ ഇരിക്കുന്നത്. പിന്നെ ഞാൻ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണ്ട കേട്ടോ. ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില തന്നെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നത്തോലി ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഉച്ചയ്ക്ക് ഈ കറികൾ കേട്ടോ. പിന്നെ പപ്പടം വറുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ അച്ചാർ. അപ്പോൾ അതൊക്കെ കൂട്ടിയായിരുന്നു ഉച്ചയ്ക്കത്തെ ചോറ് കഴിച്ചത്. അപ്പോൾ ഞാൻ ചെമ്മീൻ അത് കഴിഞ്ഞ് ഞാൻ മാറ്റി വെച്ചിരുന്നല്ലോ ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ സമയം ഒരുപാടായി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് മടിയായിട്ടോ ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ചെമ്മീൻ റോസ്റ്റ് കൂട്ടി തന്നെ കഴിക്കാം. നാളത്തേക്ക് ഉണ്ടാക്കാമല്ലോ ചെമ്മീൻ ഫ്രൈ. കുറച്ച് ചുവന്നുള്ളിയൊക്കെ അരിയണമായിരുന്നു. അപ്പോൾ പിന്നെ ഒരുപാട് സമയം എടുക്കുമല്ലോ. പിന്നെ മടിയായി. ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ചെമ്മീനൊക്കെ നന്നാക്കി വന്നപ്പോഴേക്കും മതിയായി. അപ്പോൾ പിന്നെ എള്ളത് കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചെമ്മീൻ റോസ്റ്റിന് ഞാൻ എടുത്തു. എനിക്ക് ചെമ്മീൻ റോസ്റ്റ് വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചെമ്മീൻ റോസ്റ്റും പിന്നെ നത്തോലി ഫ്രൈ ഉണ്ടായിരുന്നല്ലോ അതുണ്ട് എടുത്തു. പിന്നെ പപ്പടം ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കൂട്ടങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിത് മതിയല്ലോ ഉച്ചയ്ക്ക്. എനിക്ക് അങ്ങനെ ചാറ് പോലെ കറിയൊന്നും അങ്ങനെ വേണമെന്നില്ല കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കണം കേട്ടോ. ഇഷ്ടമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ.